നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ആ സ്കൂൾ ഇങ്ങനെ നിർമ്മിച്ച് കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു സന്തോഷമുണ്ട്. ഞാനിപ്പോഴും മറന്നിട്ടില്ല. നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിനകത്ത് ആ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ആഴം എത്രത്തോളം ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂളിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ആ ഫൈനൽ ബിൽഡിംഗ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതെനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്ത നിങ്ങളുടെ മനസ്സ് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു അന്വേഷിക്കാൻ ഞാൻ അന്ന് ശ്രമിച്ചത്. ശരിക്കും ആ ഹാപ്പിനെസ് മൊമെൻറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാ അത് പറയേണ്ടത്? അത്രയും സന്തോഷമായിരുന്നു. ഒരു സമൂഹത്തിന് ഒന്നുമില്ലാത്തൊരു ചെറിയ പുല്ലുമേഞ്ഞൊരു ഷെൽട്ടറിൽ നിന്ന് നമ്മൾ മനോഹരമായ സ്കൂളുണ്ടാക്കി. ആ സ്കൂളിനൊപ്പം തന്നെ ഞങ്ങളൊരു ബിൽഡിംഗ് പണിഞ്ഞപ്പോൾ തന്നെ കൂടെ ഒരു UN ഒരു സംഘടന വന്നിട്ട് നമ്മൾ ഈ വോളണ്ടറി വർക്കിലാണ് സ്കൂൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരോട് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കുന്നത് എന്താണ് സംഭവം ഇവിടെ നടക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവഡ് ആണ്. പെയിൻ്റ് അടിക്കാനോ പെയിൻറ്റ് ഞങ്ങളുടെ കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ചോദിച്ചു എന്താണ് ഈ നടക്കുന്നത് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ എങ്കിൽ ആ ഒരു ഐഡിയയിൽ ഒരു ബിൽഡിംഗ് നിങ്ങളും പണിഞ്ഞു, അതിനുള്ള ഫിനാൻസ് അവരും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിൽഡിംഗ് പണിഞ്ഞു. ഞങ്ങളുടെ കമ്പനി മറ്റൊരു ബിൽഡിംഗ് പണിഞ്ഞു കൊടുത്തു. ഇത് ഞങ്ങളുടെ എൻ്റെ ആവുന്ന സമയത്ത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറിയത്. ഒരു പുൽക്കൂട്ടിൽ നിന്ന് മാറിയിട്ട് അത് വലിയ സംഭവമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് പോലും അത്ഭുതമായി മാറിയിട്ടുണ്ട്. ആ സ്കൂളിൽ നിന്നുള്ളൊരു സ്വപ്നം മരച്ചുവട്ടിൽ നിന്ന് ക്ലാസ് മുറികളിലേക്ക് എന്നുള്ളൊരു വാക്കിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ അത് 4 മുതൽ എന്നുള്ള ക്ലാസ്സിനെ 8 വരെയുള്ളൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ സമ്മതിച്ചു. അടിപൊളി. സർക്കാർ അംഗീകരിച്ച് കേരള സഭയിലേക്ക് വിളിക്കുമ്പോൾ അത് വലിയൊരു ഹാപ്പിനെസ് അല്ലേ? അവിടെ കിട്ടിയ ഒരു അപ്രിസിയേഷൻ അപ്പുറത്തേക്ക് നമ്മുടെ സർക്കാർ ഇത് കണ്ടിട്ട് നമ്മളെ വിളിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷമല്ലേ? ഞങ്ങൾക്കൊരു മെയിൽ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നാന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടറായി പോയി. നമ്മുടെ ഒരു മെയിലിലേക്ക് ഒഫീഷ്യലി ഒരാളുടെ മെയിൽ വരിക, അതിനകത്ത് ഒരു IAS പേരോട് കൂടിയിട്ട് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കരുതി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി നമ്മളെ അയച്ചതായിരിക്കുന്നത്. പിന്നെ നോക്കി ഒഫീഷ്യലാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ചെറിയൊരു ഇനിഷ്യേറ്റീവ് കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ അയച്ചു. പക്ഷേ അത് നമ്മുടെ സർക്കാരിലേക്ക് എത്തുകയും അവിടുന്ന് ഞങ്ങളെ മലാവിയിൽ നിന്നുള്ള ഓരോ രാജ്യത്തു നിന്നും വിളിക്കുന്നതിൽ മലാവിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളെ ക്ഷണിച്ചു എന്ന് പറയുമ്പോഴത്തേനാണ് ഞങ്ങൾ അതിൻ്റെ ഒരു വാല്യൂ സർക്കാർ ഞങ്ങളെ മനസ്സിലാക്കി. പ്രവർത്തനത്തിന്റെ ഗ്രാവിറ്റി സർക്കാരിന് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളത് അതാണ്. എന്താ സുമി, എങ്ങനെയാ അവിടെ എത്തിപ്പെട്ടെ? നിങ്ങളുടെ മലാവി ഡയറീസ് എങ്ങനെയാ തുടങ്ങിയത് ഒന്ന് പറയൂ. മലാവി ഡയറീസ് അരുണേട്ടനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ നോർമലി പോകുന്ന പോലെ ഹസ്ബൻഡിന്റെ ഇങ്ങനെ ഡയറിയൊക്കെ ഉള്ള ഒരാളെയാണോ കല്യാണം കഴിച്ചത്? അതൊക്കെ അറിയാമായിരുന്നോ? യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് ഒരു ഇത്തിരി വിരലിൽ ഉണ്ടാവുന്ന സബ്സ്ക്രൈബേഴ്സ്, അതും അവിടുത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ് നോർമലി പോണ പോലെ പോയതാണ്. പിന്നെ ഒരു ഞായറാഴ്ച ഇതേപോലെ വില്ലേജിൽ പോയപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോഴാണ് അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാവണേ. അപ്പം അങ്ങനെ കൂടി ഞാൻ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ യൂട്യൂബ് ജോലി എന്നൊക്കെ പറയുന്നത് ഒരാൾക്കറിയായിരുന്നു. അപ്പം എങ്ങനെ കൂടെ പഠിച്ചിരുത്തോ? എങ്ങനെയാണ് പരിപാടി തുടങ്ങിയത്? അതെനിക്ക് മടിയായിരുന്നു. ഞാൻ ഇങ്ങനെ പുറകെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങനെ നോർമലി നമ്മളങ്ങ് സംസാരിച്ചു തുടങ്ങി. പിന്നെ അവരുടെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരോട് സംസാരിച്ച് ഞാൻ ആദ്യം മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വാ ഇങ്ങനെ നോർമലി അങ്ങനെ സംസാരിക്കും. പിന്നെ അവർ അറ്റാച്ച്ഡ് ആയിപ്പോയി പിള്ളേരുമായിട്ട്. കൂടുതലായിട്ട് അവിടുത്തെ കുട്ടികളോട് നമ്മൾ അറ്റാച്ച്ഡ് ആയി. പിന്നെ അങ്ങനെ അവരിപ്പം പിന്നെ അവിടുത്തെ ചേച്ചിമാർക്ക് അധികം നമ്മുടെ നാട്ടിലത്തെ പോലെ ഫുഡ് അങ്ങനെ ഒരു മസാല ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. അവരങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഉപ്പിടും പുഴുങ്ങും അങ്ങനെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം അവരെ പുതിയതായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തൊക്കെ അങ്ങനെ അവരെ കൂടെ ഒക്കെ അങ്ങനെ. കുക്കിംഗ് വീഡിയോസിൽ ബിരിയാണി വെക്കുന്നതും പായസം വെച്ചിട്ട് അത് കുടിക്കുന്നതും ഒക്കെ ആ കുട്ടികളുടെ മുഖത്ത് ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംഗതി ഇല്ലേ? അതൊക്കെ നമ്മുടെ ഒരു സ്റ്റൈല് തന്നെയാണോ പായസമൊക്കെ അവിടെ വെച്ചത്? നമ്മുടെ സ്റ്റൈലിൽ തന്നെ. അവർക്ക് പായസം ഭയങ്കര ഇഷ്ടം. അതുപോലെ നമ്മളെ കപ്പയും ബീഫും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി അത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. വീഡിയോ ആക്കാറില്ലെങ്കിലും ഇടയ്ക്ക് അത് ഉണ്ടാക്കാറുണ്ട് അവിടെ. കാരണം കപ്പ ഒരുപാടുണ്ട് അവിടെ, ഒരുപാട് കൃഷി ചെയ്യുന്നതാ കപ്പ. അപ്പൊ അവരുടെ ഫേവറേറ്റ് സീമ എന്ന് പറയും. മെയ്സിന്റെ പൗഡർ എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിൽ കുറുക്കിയിട്ട് ഒരു അപ്പമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. എന്തിന്റെ പൗഡറാണ്? നമ്മുടെ കമ്പത്തിന്റെ പൊടി ഉണ്ടല്ലോ, മെയ്സ് കോണിന്റെ പൊടി. അത് ചൂടുവെള്ളത്തിൽ കുറുക്കി ഒരു ഏകദേശം ഒരു സ്റ്റിക്കി ആയിട്ടുള്ള രൂപത്തിലോ അതാണ് അവർ കഴിക്കുക. ഈ മെയ്സിന്റെ പൊടിന്റെ ഒപ്പം കപ്പേന്റെ പൊടിയും കൂടെ മിക്സ് ചെയ്യും. അത് ചില ഭാഗങ്ങളിലുണ്ട്, ചില ഭാഗങ്ങളിലില്ല. അതാണ് ഈ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെയല്ലേ അവർ കഴിക്കണേ? അവരുടെ നമ്മളെങ്ങനെയാണ് ചോറ് കഴിക്കുന്നത് സെയിം അവർക്ക് സീമയാണ്. നമ്മളിപ്പോ ബിരിയാണി ഇടയ്ക്കല്ലേ കഴിക്കുള്ളൂ, അതേപോലെയാണ് അവർ ഇടയ്ക്കേ ചോറ് കഴിക്കുള്ളൂ. അരിയൊക്കെ അവിടെ ചില സ്ഥലങ്ങളിൽ പാടമൊക്കെ ഉണ്ട്,
നമ്മുടെ നാട് പോലെ തന്നെ പാടും നെല്ലും ഒക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലില്ല. അല്ല, ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ അമേരിക്ക ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും സഹായങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഈ മലാവിയിലും അങ്ങനെ എത്തുന്ന സ്ഥലം തന്നെയാണോ? അവിടെ റേഷനിങ് സിസ്റ്റം ഒക്കെ അതൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? NGOs ഒക്കെ ഒരുപാടുണ്ട്. NGOs ഒരുപാടുണ്ട്, പക്ഷെ റേഷൻ സിസ്റ്റം ഒന്നുമില്ല അവിടെ. NGOsകൾ വന്നിട്ട് അവരുടെ ഒരു ഓർഗനൈസേഷൻ വഴി എവിടെയെങ്കിലും അത്രയും പൂറായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കുക. കാരണം മലാവി ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ അത്യാവശ്യം ഫാം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം മഴേനെ ആണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷി ചെയ്യാൻ വേണ്ടി. മഴക്കാലത്താണ് കൃഷിയുള്ളത്, വേനൽക്കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല, വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മഴ തുടങ്ങുമ്പോൾ തൊട്ട് ഇവർ കൃഷി ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം ചിലപ്പോൾ ഫുഡിന് വേണ്ടി ഒരു സ്ട്രഗിൾ ചെയ്യും. അതുവരെ മലാവിയിലെ ആളുകൾക്ക് സംബന്ധിച്ചോളം ഫുഡിന് വലിയ പ്രശ്നങ്ങളില്ല. അടിസ്ഥാന സൗകര്യങ്ങളാണ് ശരിക്കും മലാവിയിൽ അവരെ അത്രയും താഴ്ന്ന നിലയിൽ നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഈ സ്കൂളൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് ശരിക്കും അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അതിനെ കുറച്ചൊന്ന് മെച്ചപ്പെടുത്താമെന്നായിരുന്നു ഫസ്റ്റ് തോട്ട്. എന്താണ് ആ ഫസ്റ്റ് തോട്ട്? എന്താണ് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് അത് ഒരു മഴയത്ത് ഇങ്ങനെ ഓടിപ്പോകുന്ന കുട്ടികളെ കണ്ടു. അപ്പോൾ സ്കൂളില്ല, മരച്ചോട്ടിലിരുന്ന് പഠിക്കുന്നത് കണ്ടു. ഒരു പുല്ലും മേഞ്ഞ ചെറിയൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് 100 ചില്ലാൻ കുട്ടികൾ അവിടെ പഠിക്കേണ്ട സമയത്ത് ഓടിപ്പോകുന്നതിലാണ് തോട്ട് തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ട് ഞാൻ സിറ്റിയിലാണ് ഞാൻ സിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സിറ്റി എന്ന് പറഞ്ഞാൽ മലാവി ഒരു 2 കാറ്റഗറി. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് സൈറ്റിൻ്റെ. അപ്പോൾ ആദ്യം ഞാനൊരു ട്രേഡിംഗ് കമ്പനിയിൽ വെയർഹൗസ് മാനേജറായിരുന്നു. അപ്പോൾ സിറ്റിയിലാണ് ജോലി. അപ്പം സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ചോ വില്ലേജിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ല. സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ലൈഫാണ്. പാർട്ടിയും പരിപാടികളും. നമ്മുടെയൊക്കെ നഗരം നമ്മുടെ നഗരത്തെക്കൂടെ ഒന്നുകൂടെ മെച്ചെന്ന് പറയാൻ പറ്റും. ലോ ക്ലാസ്സും ഹൈ ക്ലാസ്സും എന്നുള്ള ഒരു മിഡിൽ ക്ലാസ്, നമ്മുടെ നാട്ടിലെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ വളരെ കുറവാണെന്ന് പറയുന്നത്. മിഡിൽ ക്ലാസ് ഇല്ല എന്ന് വേണേൽ പറയാം. പൈസ ഉള്ളവൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്, അല്ലാത്തവൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നൊരു സിറ്റുവേഷനുള്ളത്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ല, അവർക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്കൂൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് മേഞ്ഞൊരു ഷെഡ് എന്നുള്ള മാറ്റിയിട്ട് കട്ട ഇവരുണ്ടാക്കും. അപ്പോൾ ഇവരെ കൂട്ടിയിട്ട് ഒരു വാളണ്ടിയർ വർക്കിൽ ഒരു ചെറിയ കട്ട കൊണ്ട് 4 ക്ലാസ് റൂം ഉണ്ടാക്കുക, മേളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുക. അപ്പോൾ എനിക്കാകെ പൈസേൻ്റെ ചിലവ് വരാൻ ഞാൻ ചിന്തിക്കുന്നത് പ്ലാസ്റ്റിക് മേടിക്കാൻ, നമ്മുടെ കറുത്ത പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത് വാങ്ങി അതിന് മേളിലിട്ട് കഴിഞ്ഞാൽ 4 ക്ലാസ് റൂം ആവും. അതിന് വേണ്ട പണിക്കാരെ ഇപ്പോൾ ഇവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ പണിക്കാരെ ഹയർ ചെയ്യാം. എന്നിട്ട് ചെളി കൊണ്ട് തന്നെ നമ്മൾ പണ്ട് കട്ട ചെളി കൊണ്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് മലവിലെ വീടുകളെല്ലാം ഉണ്ടാക്കുന്നവർ. ആ സെയിം സിസ്റ്റത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു ഉത്സാഹവും ആത്മാർത്ഥതയും കണ്ടപ്പം അതിനെ ചെറിയ രീതിയിൽ സിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് സ്ലോലി ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇനി ഒന്നുകൂടെ ചെയ്യാൻ പറ്റും. പ്ലാനിങ് കാര്യങ്ങളിലൊക്കെ ഒരു സുഹൃത്ത് സഹായിച്ചില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ വെറുതെ ആരെയും പ്ലാനിങ് ഒന്നും വേണ്ടെന്ന്. പക്ഷേ ഇവരോട് സംസാരിച്ചു. ഞങ്ങൾ 20,000 ബ്രിക്സ് ഒരു കാൽക്കുലേഷൻ, ജസ്റ്റ് 20,000 ബ്രിക്സ് വേണം നമുക്ക്. ഒരാഴ്ച കൊണ്ട് 20,000 ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് എന്നെ വിളിച്ചു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 20,000 ബ്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവർ അടുക്കി വെച്ചേക്കുക, ഇത് ഫയർ ചെയ്യണം, ഇത്ര ഉള്ളു പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് വന്നു, ഇവരിത് ചെയ്യും, ഇവർക്കത് ആവശ്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ആഷിഫ് എന്നാണ് പറയാം, എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, +2 ഒക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പം അവനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു സ്കൂൾ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ തന്നെ സ്കൂളൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ സെറ്റപ്പാണ്, ചിലപ്പോൾ ഞാൻ സ്റ്റക്ക് ആയാൽ നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും, അപ്പം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ആഷിഫ് പറഞ്ഞു വേണ്ടി വരുമെന്ന് വേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, എന്ന് വേണം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതപ്പോൾ കുറച്ചുകൂടെ പ്ലാനായി, കുറച്ച് വൃത്തിയിൽ ചെയ്യണം എന്നായി. അപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കെന്നത്ത് ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ അവൻ കൊല്ലത്തുള്ളതാണ്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ എനിക്കൊരു പ്ലാൻ വേണം, ഇതൊന്ന് വരച്ച് തരണം. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോയിങ് വെറുതെ വരച്ചുള്ളൂ. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡല്ല, അപ്പം ഇവൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോൾ ഓക്കെ പ്ലാനിൽ ചെറിയ മാറ്റമൊക്കെ വരും, അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്ന് ബ്രിക്സിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ നമ്മൾ വരുന്ന വഴിക്ക് സ്കൂൾ കാണാറില്ലേ, ആ പിള്ളേർക്ക് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. അപ്പം എടാ ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ പറയില്ലടാ ഇത് വലിയ സെറ്റപ്പൊന്നുമല്ല, അങ്ങനെ ഫണ്ട് വാങ്ങിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല, നമ്മൾ സാലറി കുറച്ച് മാറ്റി വെച്ച് പതുക്കെ ചെയ്യാൻ വിചാരിക്കുന്നത്. എന്തായാലും അവൻ പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ എൻ്റെ വിടത്തില്ല. അപ്പോൾ എന്തായാലും ഈ സാലറി ഒക്കെ മാറ്റി വെക്കാൻ മാത്രമുള്ള വലിയ മനസ്സൊക്കെ ഉണ്ടോ സുമി? എങ്ങനെയാള് വലിപ്പമുള്ള മനസ്സാണോ? അത്യാവശ്യം. അപ്പൊ കുറച്ച് കുറവുണ്ടെന്നാണ് സുമിക്ക് എതിരഭിപ്രായം ഉണ്ട്? ഇല്ല. അപ്പോൾ അവൻ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേരായി. പതുക്കെ ചില സമയങ്ങളിൽ നമ്മൾ അപ്പോൾ എന്താ മലാവിൽ പ്രത്യേകത പെട്ടെന്ന് ഡീവാലുവേഷൻ ഒക്കെ വരും. വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൊരു കാര്യം. ഇപ്പം ഞങ്ങളെ സിമെൻറ്റ് ആദ്യം വാങ്ങുന്ന 6,000-7,000 കോച്ചിക്ക് ഒരു സിമെൻറ്റ് കിട്ടുമായിരുന്നു. പെട്ടെന്ന് കൊറോണ വരെയും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്ന് ഡീവാലുവേഷൻ വന്നു പെട്ടെന്ന് മലാവിൽ, ഇരട്ടി പ്രൈസായി സിമെൻറ്റിന്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെറിയ ബഡ്ജറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെയും കൂടെ കൂട്ടി കുറച്ച് പൈസയൊക്കെ അവരോട് മേടിച്ച് അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പതുക്കെ തുടങ്ങിയ പരിപാടി. ഞങ്ങൾ സംസാരിക്കാൻ വരണ്ട, നമുക്ക് ഒന്നും കൂടെ വൃത്തിയാക്കി കൂടെ അത്. അപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്ററിങ് വേണ്ടാന്ന് ആദ്യം തീരുമാനിച്ചു, ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യാം നമുക്ക്.
പിന്നെ അപ്പോൾ ഞങ്ങൾ ആശുപൊക്കെ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, പ്ലാസ്റ്റർ ചെയ്യാം, എത്ര ബാഗ് സിമെൻറ്റ് വേണം നോക്ക്. അപ്പോൾ ഓക്കെ, ഞങ്ങളങ്ങനെ ഒരു ബാഗ്, ഒരു സാലറി കിട്ടുന്ന സമയത്ത് ഒരു ബാഗ് 2 ബാഗ്, അപ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു 17,000 കോച്ചയ്ക്ക് സിമെൻറ്റ്, 15,000 കോച്ചയ്ക്ക് സിമെൻറ്റ് ഞങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഓക്കെ ഇപ്രാവശ്യം പുറത്തൊന്നും പോകണ്ട, ഔട്ടിംഗ് ഒന്നുമില്ല, അല്ല ടൂർ പോകണ പരിപാടികളൊന്നുമില്ല, ഈ പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുകൊണ്ട് സിമെൻറ്റ് മേടിക്കുക. ആ ഒരു ക്ലാസ് റൂം മാത്രമേ പ്ലാസ്റ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഉള്ള പൈസയ്ക്ക് ചിലപ്പോൾ ഒരു ചുമരേ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് അവിടെ കിടക്കും. അപ്പോൾ അത് അങ്ങനെ 1.5 വർഷം എടുത്തു തീരാൻ വേണ്ടി. ചിലപ്പം ഒരു 1-2 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞു ഞങ്ങൾ പ്ലാസ്റ്ററിങ് വർക്ക് നടക്കുന്ന സമയത്താണ് ബാക്കി 2 ആൾക്കാർ വന്നത്, ഞങ്ങളെക്കാൾ മുമ്പ് അവർ തീർന്നു. അവരൊരു ഫണ്ട് ഉണ്ട്, അവർക്ക് പൈസ തരാം, ഒന്നിച്ച് 50 ബാഗ് സിമെൻറ്റ് അവർ കൊണ്ടുവന്ന് ഇറക്കി, മരങ്ങളും ഷീറ്റൊക്കെ അവർ ഒറ്റയടിക്ക് ഇറക്കി വെച്ചു, അതങ്ങ് പണി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമ്മുടെ പണി എടുന്നോട്ടെ, പൈസ തന്ന ആൾക്കാർ ഉണ്ടല്ലോ അത് പണിയാന്ന് പറഞ്ഞ് ആളുകളെല്ലാം കൂടെ അതിൻ്റെ പണിയിലേക്ക് പോയി, അത് തീർത്തു. അത് ഞങ്ങളുടെ കമ്പനി വന്നു, വലിയൊരു ബിൽഡിങ്, മലാവി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് സ്കൂൾ തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീഷ്യൽ ഒരാൾ പോയപ്പോൾ പറഞ്ഞു നിങ്ങളിതിൻ്റെ ഒഫീഷ്യൽ സൈസൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ സ്കൂൾ ഉണ്ടാക്കുകയല്ല, ഒരു ചെറിയ ഷെൽട്ടർ, നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് പുതിയ ബിൽഡിംഗ് പണിയാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത് പൊളിച്ച് കളഞ്ഞോ നിങ്ങൾ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ അതുവരെ കുട്ടികൾ നനയാതിരിക്കുക എന്നുള്ള മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. സ്റ്റാൻഡേർഡ് സൈസ് ഒന്നുമില്ല, ഇവിടുത്തെ കുട്ടികൾ ഇത്ര 100 ചില്ലാൻ കുട്ടികളുണ്ട്, 1 മുതൽ 4 വരെ, അവർക്ക് ഒരു 50 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ക്ലാസ് റൂം, അതിനകത്ത് ഇരുന്നൂർ പഠിക്കുക, അത് കഴിഞ്ഞ് ബിൽഡിങ് പോയിക്കോട്ടെ, അതൊരു മെമ്മറി ആയിട്ട് ഇരിക്കണമെന്നോ അല്ലെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് ഞങ്ങളൊരു സാധനം അവിടെ ഇരുന്നോട്ടെ എന്ന് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ, ജസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു എൻജോയ് ഒന്നുമല്ല, പെട്ടെന്ന് ഒരു വിചാരിക്കുക നമ്മൾ പുറത്ത് വരുന്ന ആൾക്കാരാകുമ്പം ഒരുപാട് ഫണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അങ്ങനെ ചെയ്യാമെന്ന് പലപ്പോഴും ഒരു വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കുള്ളൊരു പരിപാടിയാണ്, ഇവിടുത്തെ ആൾക്കാരെ കൂട്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരൊക്കെ നിങ്ങളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഉണ്ടാക്കിയ സമയം കൊണ്ട് ഞങ്ങളുടെ കമ്പനി വന്നു, അതിമനോഹരമായിട്ടുള്ള ഇപ്പുറത്തും അതിന് ഇപ്പുറത്ത് വേറൊന്നും കൂടെ വന്നു. അപ്പോൾ ഞങ്ങൾ ഈ 1.5 വർഷം എടുത്ത സാധനം 1-2 മാസം കൊണ്ട് അവർ തീർത്തു. അപ്പം നമ്മളെടുത്തൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത് 1.5 വർഷത്തെ ഇതാണ്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വരുന്ന കാര്യം, സ്ലോലി നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു പൈസ, ഒരു ബാഗ് സിമെൻറ്റ് വാങ്ങി, അല്ലെങ്കിൽ ചിലപ്പോൾ മണൽ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി, മണൽ അവർ തന്നെ കോരും പുഴയുന്നു. ഞങ്ങൾ അവരോട് പറയും മാക്സിമം മാൻ പവർ യൂസ് ചെയ്യുക, നമുക്ക് പറ്റാത്ത കാര്യം മാത്രം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുക. പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ 2 കൂടെ പെയിൻ്റ് അടിച്ചു. പെയിൻ്റ് അടിക്കാൻ അവർക്ക് അറിയില്ല, കാരണം പ്ലാസ്റ്ററിങ് വില്ലേജുകൾ ഇല്ലാത്തതുകൊണ്ട് തേക്കാനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് തേപ്പിച്ചു. അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കാൻ നേരത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുറത്തുള്ള സിറ്റിയിലുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ വലിയ എമൗണ്ടൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങൾ 2 പേരും ഒരു റോളറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അടിച്ചു തുടങ്ങി. കൂടെ മജാവോ എന്നൊരു പയ്യനുണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അവനിത് കണ്ടു പഠിച്ചു, അവനും പെയിൻറ് ചെയ്യാൻ കേപ്പബിലിറ്റി. അങ്ങനെ ഈ സമരത്തിൽ തോളോട് തോൾ ചേരാന്ന് കല്യാണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനിങ്ങനെ ഇതിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത, അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പോവാ, നമ്മളെ ഹസ്ബൻഡിന്റെ കൂടെ നിക്കുക എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ പോയതാ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ല. രാത്രി പറഞ്ഞോ ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല കേട്ടോ? അങ്ങനെ പറഞ്ഞില്ല, ഇല്ല ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. എനിക്കിങ്ങനെ ഒപ്പം ചേരണം അങ്ങനെ നമുക്കും കൂടെ കൂടണം എന്നുള്ള ഒരു ആഗ്രഹം പിന്നെ വന്ന്. കാരണം മനുഷ്യർ അത്രയും നിഷ്കളങ്കരാണ്. ഇപ്പം നമ്മൾ ആര് വന്നാലും അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആളുകളെ സംബന്ധിച്ചോളം അവരുടെ അടുത്തേക്ക് നിൽക്കാനൊരു മടി ഉണ്ടാവും, അല്ലെ അവരങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർ മാറ്റി നിർത്തും, ഇവരിങ്ങനത്തെ ആൾക്കാരാണ്, ആഫ്രിക്കൻസ് ആണ്, അല്ല അവർ വൃത്തി ഉണ്ടാവില്ല, ഡ്രസ്സ് പഴയതായിരിക്കും, കീറിയതായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഞാനെപ്പോഴും ചിന്തിക്കുക നമ്മളും പണ്ട് ഇങ്ങനെ ആയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പൊട്ടിയ ചെരുപ്പ്, അതിൽ മറ്റേ സ്റ്റാപ്പർ അടിച്ചോ അല്ലെങ്കിൽ വള്ളി കെട്ടി വെച്ച് ഒക്കെ നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് പെട്ടെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും എല്ലാവരും സുമീനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുക, ഒരു വിമർശനം പോലെ പറഞ്ഞിട്ടുണ്ട് സുമീനോട്. ഞങ്ങളിങ്ങനെ ആ വോയിസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടില് ഇവിടെയുള്ള വീടുകളെക്കാളും വൃത്തി അവിടെ ഉണ്ട്. അവരുടെ വീടിന്റെ ചുറ്റുപാടാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം മണ്ണാണ്, പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ്. ഞാനത് പല കമന്റ്സിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടുത്തെ അത്ര വൃത്തി ചില വീടുകളിൽ ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര ടൈലൊക്കെ ഇട്ട് അടിപൊളി വീടായിരിക്കും, പക്ഷേ കിച്ചണിൽ ചെല്ലുമ്പോഴോ അല്ലെ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് അത്ര വൃത്തി ഉണ്ടാവില്ല. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവരുടെ മണ്ണായിരിക്കും, പക്ഷെ നല്ല തൂത്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ വളരെ ഞാൻ പണ്ട് പാത്രം കഴുകാൻ കണ്ടിട്ടുണ്ട്. പാത്രത്തില് കൈ കൊണ്ട് മണ്ണ് തൊട്ടിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് കഴുകും, അപ്പൊ നന്നായിട്ട് വെളുത്ത് വരുന്നത്. ഞാൻ അവിടെ ചെന്നിട്ടാണ് അതൊക്കെ കണ്ടത്. നമ്മള് സോപ്പും ഒക്കെ വെച്ചാണല്ലോ പാത്രം കഴുകുക. അതിനൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അവിടെ ചെയ്യുന്നത്.